തരത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളത്, ഹാർഡ് ആയിട്ടുള്ളത്, പിന്നെ റസ്ക് പോലത്തെ അങ്ങനെ പലതരം ബ്രെഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് ഒരു പൊട്ടാറ്റോ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. അപ്പോൾ സിമ്പിൾ ആണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്യാനായാലും കുറച്ചധികം ദിവസം ഇരിക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് കൂടിയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു കേക്ക് ആൻഡ് ഫ്ലേക്സ്. നമ്മൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് നമുക്കൊരു 400 ഗ്രാം മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൈദ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇതിൽ വല്ല മിക്സ് ചെയ്തിട്ട് ബ്രെഡ് ഫ്ലോർ ആക്കിയിട്ടാണോ യൂസ് ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊന്നുമല്ല, നമ്മൾ സിമ്പിളായിട്ട് മൈദ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഒറ്റ മിക്സ് ഇല്ല. നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് ഒരു 7 ഗ്രാം ഡ്രൈഡ് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 30 ഗ്രാം ഷുഗർ, ഗ്രാനുലേറ്റഡ് ഷുഗറാണ് ഞാൻ എടുക്കുന്നത്, ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൊട്ടാറ്റോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 100 ഗ്രാം പൊട്ടാറ്റോ ആണ് ഞാനിവിടെ എടുത്തേക്കണത്. ഞാൻ അളവെടുത്തേക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷമാണ് ഞാൻ അളവെടുത്തേക്കണത്. അപ്പോൾ 100 ഗ്രാം നമ്മൾ എടുത്തതിന് ശേഷം ഞാൻ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു 2 എഗ് യോക്ക്, മഞ്ഞ മാത്രം ഞാൻ ആഡ് ചെയ്യണുള്ളൂ, 2 എണ്ണത്തിൻ്റെ എടുത്തിട്ടുണ്ട്. നമുക്ക് എഗ് യോക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് 2 ടേബിൾ സ്പൂൺ മിൽക്ക് വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ഒരു 120 ഗ്രാം മിൽക്ക്, അത് ചെറിയ ചൂടുള്ള പാലാണ് ഞാനിവിടെ എടുത്തേക്കണത്. അതുപോലെ 100 ഗ്രാം വെള്ളം, അതും ചെറിയ ചൂടുവെള്ളമാണ്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പാച്ചുല വെച്ചിട്ട്. അപ്പോൾ സ്പാച്ചുല വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. സോഫ്റ്റ് ആൻഡ് ബട്ടറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണത്. അപ്പം ഞാനൊരു 80 ഗ്രാംസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം പകുതി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പകുതി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചെടുക്കാം. എല്ലാം ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എല്ലാതും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് അത്രയും മിക്സ് ചെയ്തതിന് ശേഷം ഒരു സിലിക്കൺ മാറ്റ് എടുക്കുക. നമുക്കിതിലോട്ട് നമ്മളുടെ കുഴച്ച് വെച്ചിരിക്കണ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ബട്ടറൊക്കെ ഉള്ള കാരണം നമ്മളുടെ ഈ ഒരു പൊട്ടാറ്റോ ബ്രെഡ് എക്സ്ട്രാ സോഫ്റ്റ് ആണ്. നമുക്കൊരു ഏകദേശം 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ ബ്രെഡിൻ്റെ മാവ് നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും സോഫ്റ്റ് ആവണം. നമ്മൾ കുഴച്ച് കണ്ടോ, ഇത്രയും സോഫ്റ്റ് ആയാലാണ് നമ്മളുടെ ബ്രെഡും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പം നമുക്ക് കുഴക്കൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ബൗൾ എടുക്കുക, പ്ലെയിൻ ബൗൾ എടുത്തിട്ട് ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് എല്ലായിടത്തും തേച്ചു കൊടുക്കുക.
നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ തേച്ച് ഈ കൈ മറ്റേ കൈയിലോട്ട് കുറച്ചും കൂടി ആക്കിയതിന് ശേഷം നമ്മളുടെ ഈ മാവ് കയ്യിലെടുക്കുക. ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് എന്നിട്ടിങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ഇട്ട് വയ്ക്കാം. ഇട്ട് വെച്ചതിന് ശേഷം നമുക്കിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു തണുത്ത അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് പൊന്തി വരാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. ഞാനപ്പോൾ ഇതൊരു 1.5 മണിക്കൂറാണ് ഞാനൊരു ടാർഗറ്റ് ഇടുന്നത്. ചിലപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ പൊന്തി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നേരം എടുത്തിട്ട് രണ്ടാമത്തെ പ്രൂഫിങ്ങിന് വിടാം. അപ്പോൾ ഫസ്റ്റത്തെ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വിരിച്ചിടാണ്. നമുക്കിനി ഒരു 1 അവർ കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ഞാൻ പ്രൂഫ് ചെയ്യാൻ വെച്ചത് കഴിഞ്ഞപ്പോൾ എൻ്റെ മാവ് ഡബിൾ ക്വാണ്ടിറ്റിയിൽ പൊന്തി വന്നിട്ടുണ്ട്. എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിനെ എടുത്തിട്ട് എങ്ങനെയാണ് സെക്കൻഡ് പ്രൂഫിങ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കിതിനെ ഒരു സിലിക്കൺ മാറ്റിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്കിതൊരു ഞാൻ ഇതിനെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഹാഫായിട്ട് ബാക്കി ഹാഫ് ഞാൻ മാറ്റി വെക്കാണ്. ഞാൻ 2 ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യത്തെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കുറച്ച് മൈദ ഇതിന്റെ മേലോട്ടായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ശേഷം ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. ആക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് എടുത്ത് ഉള്ളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഉള്ളിലോട്ടൊന്ന് പ്രസ് ചെയ്യാം. ഇങ്ങനെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതിനെ റോൾ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ബ്രെഡ് പാൻ എടുത്തിട്ട് അതിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മാവിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ആ ഒരു ഷേപ്പിലോട്ട് കൊണ്ടുവരാം. നമുക്കിതിനെ വീണ്ടും ഒന്ന് പ്രൂഫ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ വീണ്ടും തണുത്ത തുണി എടുക്കാം. മുകളിൽ ഇതൊരു ഹാഫ് ആൻ അവർ മൂടി വെച്ചാൽ മതി. നമ്മൾ ഏകദേശം അരമണിക്കൂർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വെച്ച സൈസിനേക്കാളും ഡബിൾ ദ സൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൂഫിങ് ഏകദേശം ഓക്കെ ആയി എന്നാണ് അർത്ഥം. അപ്പോൾ ഞാനിത് നേരത്തെ ബ്രെഡാക്കി സെറ്റ് ചെയ്തത്, ഇത് ഞാൻ വെറുതെ നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന ഹാഫ് ഒരേ ഡിസൈനിൽ തന്നെ വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പൂ പോലെ വെച്ച് കൊടുത്തതാണ് കേട്ടോ ഇത്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ബ്രെഡ് ഉണ്ടാക്കിയപ്പോൾ 2 എഗ് യോക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എഗ് വൈറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ എഗ് വൈറ്റിനെ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കാൻ പോവാണ്. ഞാൻ OTGയിലാണ് ബേക്ക് ചെയ്യണത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബണ്ണൊക്കെ ചെയ്തപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു OTGയിൽ ഏത് ഫംഗ്ഷനാണ്. ഞാൻ ഡബിൾ കോയിലിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞുതരാം. ഡബിൾ കോയിൽ എന്ന് പറഞ്ഞാൽ മേലെയും താഴെയും കോയിൽ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അതിനെ ടോസ്റ്റോ കൺവെക്ഷൻ മോഡെന്നും കൂടിയും നമുക്ക് അതിൽ എഴുതിയിട്ടുണ്ടാവും. എഴുതിയിട്ടില്ലെങ്കിൽ ആ ഡബിൾ കോയിൽ എന്നുള്ള ആ ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ പ്രസ് ചെയ്താൽ മതി. ഞാൻ ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത് 200 ഡിഗ്രി സെൽഷ്യസിൽ 15 to 20 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യാൻ പോണത്. നിങ്ങൾ ഉപയോഗിക്കുന്നത് കൺവെക്ഷൻ ഓവൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും 200 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾക്ക് ഒരു 20 to 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കിതിനൊന്ന് ബേക്ക് ചെയ്തിട്ട് നോക്കാം.
ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമന്റ് അടിക്കാൻ മറക്കരുത്. അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Take care. Bye bye.